ഈ മണ്ണ് കണ്ടില്ലേ, എന്തൊരു ശാന്തതയാണല്ലേ. പ്രത്യേകിച്ച് കളറൊന്നും ഇതിനില്ല. എല്ലാറ്റിനെയും വലിച്ചെടുക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ഈ മണ്ണ്. പക്ഷേ ഇതിൻ്റെ ആഴത്തിലേക്കൊന്ന് കൈയിട്ട് നോക്കുമ്പം ശരിക്കും നല്ല പൊള്ളലാണ്. ഒരുപക്ഷെ ഇതുപോലെയാവാം പലപ്പോഴും നമ്മുടെ മുന്നിലുള്ള പല വ്യക്തികളുടെയും മുഖത്ത് പ്രതിജ്വലിക്കുന്ന പല വികാരങ്ങളുടെയും പിറകിൽ ഉള്ളിൽ ഈ മണ്ണ് അനുഭവിക്കുന്ന പോലെ ഭയങ്കര ചുട്ടുപൊള്ളലുകൾ ഉണ്ടാവാം. പലപ്പോഴും എല്ലാ തലോടലുകളും തണുപ്പിക്കുന്നത് നമ്മുടെ പുറമേയുള്ള ഒരു മനസ്സിനെ മാത്രമാണ്. ആഴത്തിലേക്ക് ചിലപ്പോൾ ചെന്ന് ചെല്ലാൻ പലർക്കും കഴിയുന്നില്ല. ആഴത്തിൽ ശാന്തത ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത് നമുക്ക് നമ്മുടെ ചുറ്റും നമ്മളെ ശാന്തതയിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ടാണ്. ഈ മരുഭൂമിയെയും ശാന്തമാക്കാൻ കഴിയും നല്ല കുറേ മരങ്ങൾക്ക്. ഈ മരുഭൂമി നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചങ്ങനെ ഉണ്ടാവും, അത് മനോഹരമായൊരു കാടായി മാറും. ഇതുപോലെ നമുക്ക് തണുപ്പ് തരുന്ന, ശാന്തത തരുന്ന കുറേ മനുഷ്യന്മാരുടെ ഇടയിൽ നമുക്കിങ്ങനെ ജീവിക്കാൻ കഴിയണം. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇതുതന്നെയാണ് ശരിക്കും നമ്മൾ മൈൻഡ് ട്യൂണിലൂടെ ആഗ്രഹിക്കുന്നതും. മൈൻഡ് ട്യൂണിലേക്ക് ഒരുപാട് ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നത് ഇത്തരമൊരു ശാന്തതയിലേക്ക് അവരെ കൊണ്ടുവരാനാണ്. ചിലരൊക്കെ സ്റ്റുഡൻസ് ആയിട്ട് കടന്നു വരുന്നു, വലിയ സന്തോഷത്തോടെ അവർ തിരിച്ചു പോകുന്നു. ചിലരാവട്ടെ മൈൻഡ് ട്യൂണേഴ്സ് ആവുന്നു. മൈൻഡ് ട്യൂണേഴ്സ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരെല്ലാം ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരാരും ജോലിക്കാരല്ല. നമ്മളൊരു കുടുംബത്തിലെ ഒരേ ബന്ധത്തിലെ ഒരുപാട് വ്യക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, അത്രമാത്രം. ഇപ്പോഴും മൈൻഡ് ട്യൂണിലേക്ക് ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ വീണ്ടും ഓഫർ ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ മാർക്കറ്റിംഗ് വിങ്ങിനെ എക്സ്പാൻഡ് ചെയ്യുക, അങ്ങനെ ഒരു ടീമിൽ കുറേ കൂടെ ആളുകളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടെ നമുക്ക് എല്ലാവർക്കും മനോഹരമായ നല്ല തളിരുള്ള, പൂവുള്ള, കായുള്ള നല്ല കാടായി മാറാൻ പടച്ചവൻ എല്ലാവർക്കും വലിയ അനുഗ്രഹം നൽകട്ടെ. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം നമ്മുടെ ഈ മനോഹരമായ വിശാലമായ ഒരു കുടുംബത്തിലേക്ക്.